ഗൈസ് വീട്രാക്കിന്റെ പുതിയൊരു നിഫ്റ്റി അനാലിസിസ് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡിസംബർ 17, അതായത് ചൊവ്വാഴ്ചത്തേക്ക് മാർക്കറ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന. ഡീറ്റെയിൽസ് ആയിട്ടായിരിക്കും നോക്കുക. ഡാറ്റ വൈസിലും നോക്കുന്നുണ്ട്, നമ്മൾ മാർക്കറ്റ് വൈസിലും നോക്കുന്നുണ്ട്. ഓക്കെ, ഡാറ്റ വൈസിൽ എന്തൊക്കെയാണ് ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ PCR റേഷ്യോ, അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ചെയിൻ നമുക്ക് എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ FI എന്താണ് ചെയ്തത് എന്നും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, ഞാൻ മാർക്ക് ചെയ്ത ടൈം ഫ്രെയിം, അതായത് മാർക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 24,760 മുതൽ 24,800 വരെ. അത് ഫസ്റ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, അതായത് റെസിസ്റ്റൻസ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 28,800 ഈ ഭാഗം നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതാണ് സപ്പോർട്ട് മാർക്ക് ചെയ്തത് 24,475 മുതൽ 24,550 വരെ നെക്സ്റ്റ് സപ്പോർട്ടാണ്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ഇപ്പൊ 1 അവറിലാണ് ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് നേരെ വൺ ഡേയിലാണ് ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് നേരെ 1 അവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ മാർക്കറ്റ് മേ ബി ഈ ഒരു ഗ്യാപ്പിന്റെ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു സപ്പോർട്ട്. മാർക്കറ്റ് മേ ബി ഈ ഒരു ഇതിന്റെ സെന്ററിലൂടെ കുറച്ച് നാളല്ല, ചിലപ്പോൾ നാളെയോ നാളത്തെ ഈ ഒരു സെന്ററിലൂടെ ചുറ്റാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇത് സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്തുകൊണ്ടാണ് പറയാൻ കാരണം, നിങ്ങൾ കാണും 24,500. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിം 24,500. അതിന്റെ അടുത്ത്, അതായത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്, മാർക്കറ്റ് ലാസ്റ്റ് ഉണ്ടായത് 24,650. ഓക്കെ, ഇതിന്റെ അടുത്തുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തുള്ള സപ്പോർട്ട് സ്ട്രോങ്, അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ, ഓപ്ഷൻ ചെയിൻ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി കാണിച്ചാൽ, ഓപ്ഷൻ ചെയിൻ നമുക്ക് 24,600 എത്ര കോൺട്രാക്റ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. 24,600 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 24,600, 1,52,000 കോൺട്രാക്ട് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. കോൾ സൈഡിൽ 1,52,000, അതുപോലെ തന്നെ പുട്ട് സൈഡിൽ 1,80,000 കോൺട്രാക്റ്റുകളും ഓപ്പൺ ആണ്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു 24,600 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ആ ഒരു ഏരിയ. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് 24,600. ഓക്കെ, 24,600 സ്ട്രോങ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചോ. എന്തായാലും ആവശ്യം വരും. കാരണം ഇത് നോക്കിക്കോ, നാളത്തെ മാർക്കറ്റ് ഒരു സ്കാൽപ്പിംഗ് മാർക്കറ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞു കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൾ സൈഡ് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇത് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഇവിടുന്ന് ഒരു കോൾ സൈഡിലേക്കുള്ള എൻട്രി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഫുഡ് സൈഡിലോട്ട് നമ്മൾ എൻട്രി കാണുന്നില്ല, കാരണം ഇവിടെ അടുത്തടുത്ത് ഇവിടെ സപ്പോർട്ടുകൾ ഉണ്ട്. ഇങ്ങോട്ട് ഒരാൾ ഒരു അപ്സൈഡിലോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരെ നമുക്ക് മാർക്കറ്റ് പോകും. കാരണം എന്താ, നെക്സ്റ്റ് റെസിസ്റ്റൻസ് എവിടെയാണ്? 24,700 നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 24,700 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ഓപ്ഷൻ ചെയിൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും 24,700 ഓൾമോസ്റ്റ് 3 ലാഖിന്റെ കോൺട്രാക്റ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. കോൾ സൈഡിൽ ഓൾമോസ്റ്റ് 3 ലാഖും ഫുഡ് സൈഡിൽ ഓൾമോസ്റ്റ് 2 ലാഖും. ഓക്കെ, അപ്പം അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു ഓപ്ഷൻ ചെയിനിലെ ഡാറ്റ പറയുന്നത് ബിഗ് പ്ലെയർ ആണ്. ബിഗ് പ്ലെയർ പൊസിഷൻ ഏത് രീതിയിലാണ് പൊസിഷൻ മേക്ക് ചെയ്തത് എന്നാണ് നമുക്ക് ഓപ്ഷൻ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇവിടെ കാണാൻ പറ്റും, ഇത് പ്രീവിയസ് ഡേയില് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു ഭാഗം. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോയത്. ഓക്കെ, ഇപ്പം അത് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ്. പക്ഷെ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു സപ്പോർട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിഗ് ബാർ ക്യാൻഡിൽ കൊണ്ട്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഇപ്പൊ ഒരു ചെറിയൊരു ബിയറിഷ് ആണുള്ളത്, അതായത് വലിയ സ്ട്രോങ് ഇല്ല. ഇന്ന് നല്ലൊരു സ്ട്രോങ് ബൈയിങ് വന്നാലേ മാർക്കറ്റിന് വീണ്ടും ഇത് എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് 24,700 മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, 24,700 നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇപ്പോ 1 അവർ ടൈം ഫ്രെയിം ആണ്, 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്, ശരിയല്ലേ? അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്.
പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു. ഓക്കെ, മാർക്കറ്റ് ഇത് ബ്രേക്ക് ഇത്രയും നാളും മാർക്കറ്റ് ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ ബ്രേക്ക് ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഇവിടെ നല്ല ബിഗ് ബാർ ക്യാൻഡിൽ ഉണ്ടായി ഇത് ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റ് മേ ബി ഈ ഒരു ഏരിയ, ഈ ഒരു സോൺ എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യണം, എന്നാലേ ഇനി വലിയ മൂവ് കാണാൻ പറ്റും. അതായത് 24,800 മേലെ പോകണം, ഇല്ലെങ്കിൽ ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ താഴോട്ട് കാണാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് മേലോട്ടും താഴോട്ടുള്ള മൂവ്മെന്റ് ആണ് കാണാൻ പറ്റുക. ഇനി നമുക്ക് നേരെ FI എന്ത് പൊസിഷനാണ്, അതായത് മാർക്കറ്റിൽ എന്ന് കാണാൻ പറ്റും. ഓൾറെഡി ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ക്ലോസ് ആയതാണ്, നല്ല സ്ട്രോങ് ബൈയിങ് ഒക്കെ വന്ന് ക്ലോസ് ആയതാണ്. ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു സ്ട്രോങ് ബിയറിഷ് വരാനുള്ള കാരണം എന്താ, നമുക്ക് FI എന്താണ് പൊസിഷൻ മേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. FIന്റെ പൊസിഷൻ ഓൾറെഡി ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, FIന്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ FI സെൽ നെറ്റ് റുപ്പീസ് 278 CR, അത് 278 കോടിക്കാണ് അവന്മാര് ഇന്ത്യൻ ഷെയർ സെല്ല് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് അതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് ഒക്കെ ഉള്ളത് കൊണ്ട്, ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഓവർ അങ്ങോട്ട് ഡൗൺ ആയിട്ടില്ല. പക്ഷെ ഈ ഒരു ഭാഗം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷെ FIക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്യാൻ അവന്മാർക്ക് വെറും വലിയ സമയങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് പക്ഷെ FI അതായത് ബിഗ് പ്ലെയർ മാർക്കറ്റിനെ കാണുന്ന ഇപ്പോൾ ഒരു സെല്ലിംഗ് സൈഡിലാണ് കാണുന്നത്. പക്ഷെ നമ്മളെ ട്രാപ്പ് ആക്കാൻ ചാൻസ് ഇവിടെ താഴോട്ട് പോകും എന്ന് പറഞ്ഞ് റിവേഴ്സ് അടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ മാർക്കറ്റ് ഫുൾ ഒരു സൈഡ് വേസ് മാർക്കറ്റ് തന്നെ ആയിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് 12 o'clock കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് വലിയ മൂവ് ഇല്ല, സൈഡ് വേസ് മൂവ് തന്നെയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക, എത്ര പൈസയാണ് ലോസ് കിട്ടിയത് എന്ന്. ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ 5 minute ടൈം ഫ്രെയിമിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഓപ്ഷൻ ചെയിൻ നോക്കി, FIന്റെ ഡേറ്റയെ നോക്കി, ഇനി നമുക്ക് നേരെ 5 minute ടൈം ഫ്രെയിമിലോട്ട് പോവാം. 5 minute ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് ഉണ്ടായത്. ഇനി ചിലപ്പോൾ മാർക്കറ്റ് മേ ബി ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഈ ഒരു ലെവലിൽ 24,600 ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബൈയിങ് കാണാൻ പറ്റും. ഓക്കെ, നല്ലൊരു ബൈയിങ് കാണാൻ പറ്റും. ബൈയിങ് എന്ന് പറയുന്നത് ഇവിടുന്ന് 24,600 മുതൽ 24,700 വരെ നമുക്ക് നല്ലൊരു മൂവ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞ് ഞാൻ മേ ബി ഇവിടുന്ന്, അതായത് 15 minute ടൈമിൽ കാണിച്ചു തരാം. എനിക്ക് ഇവിടുന്ന് താഴോട്ട് ഒരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ, പുട്ട് സൈഡിലൊരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് വെച്ച് ട്രേഡ് എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇവിടുന്ന് നല്ലൊരു ബൈയിങ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് 24,700 എന്റെ ഫസ്റ്റ് ടാർഗറ്റും നെക്സ്റ്റ് 24,800 എന്റെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. PCR റേഷ്യോന്റെ കാര്യം പറഞ്ഞാൽ ഇന്നത്തെ PCR റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഈ PCR റേഷ്യോന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ PCR റേഷ്യോ എന്ന് പറയുന്നത്, അതായത് PCR, ഓക്കെ, അതായത് പുട്ട് കോൾ റേഷ്യോ ഓൾറെഡി ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പുട്ട് കോൾ റേഷ്യോ എന്ന് പറഞ്ഞത് 0.77 ആണ്. ഓക്കെ, അതായത് ഒരു ബിയറിഷ് മാർക്കറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.7 എന്നൊക്കെ പറഞ്ഞ ഒരു ബിയറിഷ് മാർക്കറ്റ് ആണ്. മാർക്കറ്റ് ഇത് ഡൗൺ ആവാനുള്ള ചാൻസ് ആണ്. ഡൗൺ ആയാൽ തന്നെ നമുക്ക് 0.4 വരെ, അതായത് 0.4 0.5 വരെ നമുക്ക് PCR റേഷ്യോ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഡൗൺ ആയി എന്നാണ് അർത്ഥം. ഓക്കെ, 0.645, ഓക്കെ, ഈ ഒരു റേഞ്ച് ആണെങ്കിൽ മാർക്കറ്റ് അൾട്രാ ബിയറിഷ് ആണ് എന്നർത്ഥം. എപ്പോഴും റിവേഴ്സ് വരാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റ്, അതായത് നമുക്കിപ്പോ 0.77 ആണ് PCR റേഷ്യോ. ഓക്കെ, അപ്പൊ PCR റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. ഇനി നമുക്ക് നാളെ എന്താണ് മാർക്കറ്റ് നമുക്ക് സപ്ലൈക്ക് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചാനലിലോട്ട് വരുന്നെങ്കിൽ ചാനൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.